എങ്ങനെയാണ് ഈ ബോൺസൽ പ്ലാന്റ് അഥവാ സ്നേക്ക് പ്ലാന്റ് എങ്ങനെ പ്ലാന്റിങ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ സെലക്ട് ചെയ്തേക്കുന്ന ഒരു 120 റുപ്പീസിൻ്റെ ഒരു പ്ലാന്റ് ആണ്. സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലൊരു വലിയ പ്ലാന്റ് ആണ്. പക്ഷേ ഇത് അത്യാവശ്യം ലീഫിന് വളരെ വ്യത്യാസമുണ്ട്. കുറച്ച് ബോൾ ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത്. കാണാൻ നല്ല ക്യൂട്ടായിരിക്കുന്നത് അത്യാവശ്യം കാക്ടസിൻ്റെ കൾച്ചറിലുള്ള ഒരു പ്ലാന്റും കൂടിയാണിത്. ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പോട്ടിൻ്റെ അകത്താണ് ഇതിന് നമ്മൾ പ്ലാന്റ് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം നല്ല കാണാൻ ക്യൂട്ടായിട്ടുള്ളൊരു വൈറ്റ് കളർ പോട്ടാണ്, സെറാമിക്കാണ്. കണ്ടോ, കയ്യിൽ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഒതുങ്ങുകയും ചെയ്യും. ഈ ഒരു പ്ലാന്റിനെ എനിക്ക് തോന്നുന്നു ഈ പോട്ട് തന്നെ മതിയാവുമെന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം വലിപ്പമുണ്ട്, കാണാനകത്ത് അത്യാവശ്യം നല്ല ഫിറ്റായിട്ടിരിക്കുകയും ചെയ്യും. കണ്ടോ, ഹോൾസും ഉണ്ട്. പിന്നെ ഇതിന് വേണ്ടി ഞാൻ പോട്ട് മിക്സിൽ കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഫംഗിസൈഡാണ്, ഞാൻ സാഫാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെയാണ് കാക്ടസിൻ്റെ പോട്ടി മിക്സ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ആ സെയിം ആയിട്ടുള്ള പോട്ടി മിക്സ് തന്നെയാണ് ഞാൻ ഇതിൻ്റെ എടുത്തേക്കുന്നത്. ഇതിനകത്ത് ഞാൻ കുറച്ച് പെർലൈറ്റ് ഇട്ടിട്ടുണ്ട്. പെർലൈറ്റ് അത്യാവശ്യം നല്ലതാണ്. ഇങ്ങനത്തെ കാക്ടസ് പോലത്തെ പ്ലാന്റ്സിന് പെർലൈറ്റ് ഞാൻ പൊതുവെ ഇട്ട് കൊടുക്കാറുണ്ട്. കാരണം അതിൻ്റെ റൂട്ടിനൊക്കെ ഇളക്കും. പിന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പേരൊക്കെ ചീഞ്ഞു പോകാതെ സാഫ് ഹെൽപ്പ് ചെയ്യും. അതേപോലെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു പോട്ട് മിക്സ് ആണ് ഇതിനു വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ ഈ ചാണകപ്പൊടിയും അതേപോലെ തന്നെ ഈ ഫംഗിസൈഡും ഞാൻ ഈ പോട്ട് മിക്സിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തട്ടി തട്ടി ഇങ്ങനെ കൊടുത്താൽ മതി, അത് താനെ അങ്ങ് മിക്സ് ചെയ്യായിക്കോളും. അതിനുശേഷം നമ്മളുടെ ഈ പോട്ടിലോട്ട് ഈ ഒരു കല്ല് വെച്ച് നമ്മുടെ ആ ഹോളിൽ നിന്ന് നമ്മൾ ഇതേപോലെ അടയ്ക്കുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വെള്ളം ഡ്രെയിനായി പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇങ്ങനെ പതുക്കെ നമ്മുടെ പോട്ടിംഗ് മിക്സ് ഇതിൻ്റെ അകത്തേക്ക് ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. ഇതിനുശേഷം ഇത് ഈ എല്ലാവരുടെയും ഭയങ്കര വലിയൊരു സംശയമാണ്, എങ്ങനെയാണ് വേര് പൊട്ടാതെ നമ്മളുടെ ഈ പോട്ടിന് ഈ പ്ലാന്റ് എടുക്കുന്നത്. ഞാൻ പൊതുവെ എടുക്കുന്നത് ഇതേപോലെയാണ്. നമ്മളിങ്ങനെ സൈഡിൽ പതുക്കെ നീക്കി കൊടുക്കും. കണ്ടോ, ഇതിൻ്റെ പോട്ടിൻ്റെ അടിയിൽ നമ്മുടെ വേര് വന്നിട്ടുണ്ട്. അതൊക്കെ ചീത്താകാതെ വേണം നമ്മൾ എടുക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് വളരാൻ കുറേ ബുദ്ധിമുട്ടും. കണ്ടോ, ഇതിങ്ങനെ തലകുത്തിനെ പിടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് പോരും. അത് പെർഫെക്റ്റ്ലി നമുക്ക് കിട്ടും. കണ്ടോ, ഇത് അതേപോലെ അങ്ങ് അനക്കാതെ വെച്ചാൽ മതി. അത് അതേപോലെ തന്നെ ഇരുന്നോളും. അത്യാവശ്യം റൂട്ടൊന്നും പൊട്ടാത്തതുകൊണ്ട് തന്നെ പ്ലാന്റ് കുറച്ച് പെട്ടെന്ന് വളരാനും ഹെൽപ്പ് ചെയ്യും. ബാക്കി വന്ന നമ്മൾ ഈ ഗാർഡൻ സോയിൽ നമ്മൾ സൈഡിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതേപോലെ ഇങ്ങനെ സൈഡിലോട്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. കൈവച്ചൊന്ന് ഫിനിഷ് ആയി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ അങ്ങനെ അത്ര ചെറിയ ടൂൾസ് ഒന്നുമില്ല. ഞാൻ പൊതുവെ ഇങ്ങനെ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെയൊക്കെ ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ പ്ലാന്റിന്റെ ഫൈനൽ ലുക്ക്. അത്യാവശ്യം കാണാൻ നല്ല ക്യൂട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിന് വന്നേക്കുന്ന ഒരു ഗ്രീൻ ഒരു വൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ ആണ്. കാണാൻ അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഞാൻ ആ പ്ലാന്റിന്റെ സൈഡിലോട്ട് വൈറ്റ് കളറിലെ ഒരു കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ട